ഹായ് ഹലോ വെൽക്കം ടു ദി ചാനൽ. സോ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 3-ലെ കോസ്റ്റ് അക്കൗണ്ടിങ് പാർട്ട് 2-ലെ യൂണിറ്റ് 1 പ്രോസസ് കോസ്റ്റിംഗ് ആണ്. ബേസിക്കലി പ്രോസസ് കോസ്റ്റിംഗ് മറ്റൊന്നുമില്ല, പല സ്റ്റേജുകളായിട്ട് പറയുകയാണെങ്കിൽ പല സ്റ്റേജുകളിലൂടെ കടന്ന് ഔട്ട്പുട്ട് വരുന്ന രീതിയിൽ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ലാപ്ടോപ്പ് മാനുഫാക്ചറിങ് ആണെന്ന് കരുതുക. അപ്പം അവിടെ ആദ്യം ചിപ്പ് ഉണ്ടാകും, പിന്നെ ചിപ്പ് കാണും, ചിപ്പ്, ഈ പ്രൊസസ്സറിനുള്ള ഫാന്, അങ്ങനെ പല പാർട്സ് അല്ലേ. പിന്നെ ഡിസ്പ്ലേ, എൻ്റെ കീബോർഡ്, പിന്നെ ടച്ച് പാഡ്, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം പല സ്റ്റേജിലൂടെ അസംബിൾ ചെയ്ത് ഫൈനൽ വരാൻ വേണ്ടി സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള അത് പ്രത്യേകിച്ച് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് ടെക്നിക്കാണ് ബേസിക്കലി എന്താ പ്രോസസ് കോസ്റ്റിംഗ്. അപ്പോൾ അതാണ് ബേസിക്കലി എന്താണ് പ്രോസസ് കോസ്റ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രോസസ് കോസ്റ്റിംഗ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനിൽ കൂടെ പോകുന്ന സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാസ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ബേസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് ടെക്നിക്കാണ് ബേസിക്കലി പ്രോസസ് കോസ്റ്റിംഗ്. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഇവിടെ ബേസിക്കലി എന്ന് വെച്ചാൽ അവിടുത്തെ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും, അതിൻ്റെ ഔട്ട്പുട്ട് യൂണിഫോം ആയിരിക്കും. നമ്മൾ ലാപ്ടോപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, അവിടുത്തെ മാനുഫാക്ചറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല നമ്മുടെ ഔട്ട്പുട്ട് യൂണിഫോമാണ്. ഒരു ടൈപ്പ് ഓഫ് മോഡൽ ലാപ്ടോപ്സ് തന്നെ ആയിരിക്കും. പിന്നെ അടുത്തൊരു മോഡൽ നോക്കുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് മോഡൽ മാത്രമായിരിക്കും. ഇനി ഓരോ പ്ലാന്റിലും, ഓരോ മാനുഫാക്ചറിങ് പ്ലാന്റിലും എന്ത് ചെയ്യും, അവിടെ പല പ്രോസസ് സ്റ്റേജസ് കാണും, അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് കാണും. ആ പ്രോസസ്സിനെ പല സ്റ്റേജായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് ബേസിക്കലി അടുത്ത പോയിന്റ്. ഇനിയും നമ്മൾ പറഞ്ഞല്ലോ പല ഔട്ട്പുട്ടായിട്ടാണ് വരുന്നതെന്ന്. ഓക്കെ, ഇത് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. ഈ ഫസ്റ്റ് സ്റ്റേജിൽ ഒരു റോ മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ റോ മെറ്റീരിയൽ ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് വന്നതാണ് അല്ലേ. ഈ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ എന്തായിരിക്കും, സ്റ്റേജ് 2-ൽ എന്തായിരിക്കും, സ്റ്റേജ് 2-ലെ റോ മെറ്റീരിയൽ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ സ്റ്റേജ് 2-ൻ്റെ ഔട്ട്പുട്ടോ സ്റ്റേജ് 3-യുടെ റോ മെറ്റീരിയൽ ആയിരിക്കും. അതാണ് ബേസിക്കലി അടുത്ത പോയിന്റായിട്ട് പറഞ്ഞേക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെന്താണ് ഈ ഇങ്ങനത്തെ പ്രോസസ് കോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത്, പ്രോസസ് പല സ്റ്റേജ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെ വരാം, ജോയിൻറ്റ് പ്രൊഡക്ട്സ് വരാം, ബൈ പ്രൊഡക്ട്സും വരാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഡിസ്റ്റിലേഷൻ ഫ്രാക്ഷന് വേണ്ടി നമ്മൾ പെട്രോളിയം എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ്, പെട്രോളിയം ആണ്, പിന്നെ പെട്രോളും ഡീസലും എല്ലാം നമ്മളെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അതല്ല ഡയറക്റ്റ് പെട്രോൾ കിട്ടുവാണോ, അല്ല, നമ്മൾ ക്രൂഡ് ഓയിലിനെ എന്ത് ചെയ്യുന്നത്, ഡിസ്റ്റിലേഷൻ ഫ്രാക്ഷനിൽ കൂടെ പല ടെമ്പറേച്ചറിൽ കൂടെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് വേപ്പറായി പല ഡിസ്റ്റിലേഷൻ ഫ്രാക്ഷൻ്റെ പല ഏരിയയിൽ എന്ത് ചെയ്യും, ഇത് പോയിട്ട് വേപ്പർ പോയിട്ട് എന്ത് ചെയ്യും, പിന്നെ തിരിച്ച് അതിൻ്റെ പഴയ ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറും. അങ്ങനെയാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഡിസ്റ്റിലേഷൻ ഫ്രാക്ഷനിൽ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇനിയും ഈ പ്രോസസ് കോസ്റ്റിങ്ങിൽ എന്ത് വരാം, അവോയ്ഡബിളും അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ലോസ് വരാം. ചിലതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന നഷ്ടങ്ങൾ വരും, എങ്കിൽ ചില ഒഴിവാക്കാൻ പറ്റുന്ന നഷ്ടങ്ങളും ഈ പ്രോസസ്സിൽ നടക്കാം. ഇവിടെയാണ് വർക്ക് ഇൻ പ്രോഗ്രസ് കോൺസെപ്റ്റ് വരുന്നത്. അവിടെ ഇക്വലന്റ് യൂണിറ്റ്സിൻ്റെ വർക്ക് ഇൻ പ്രോഗ്രസ് ഇപ്പോൾ എന്ത് ചെയ്യാം, അങ്ങനത്തെ രീതിയിലായിരിക്കും നമ്മൾ ചില സമയത്ത് എന്ത് ചെയ്തിട്ട് പ്രൊഡക്ഷനെ അക്കൗണ്ട് ചെയ്യുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ദിവസം ഫുൾ നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ, സ്റ്റേജ് 1-ൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. സ്റ്റേജ് 1-ൽ നമ്മൾ വൈകിട്ട് 5:30 ഇറങ്ങാൻ നേരത്ത്, രാവിലെ 9 തൊട്ട് 5:30 വരെ ഷിഫ്റ്റെങ്കിൽ 5:30 ആകുമ്പോൾ നിൽക്കത്തില്ലേ. അപ്പോൾ സ്റ്റേജ് 1-ൽ എന്ത് ചെയ്യും, സ്റ്റോപ്പായി പോയില്ലേ. അതെല്ലാം വർക്കിംഗ് പ്രോഗ്രസ് കിടക്കുന്ന സാധനങ്ങളായിരിക്കും. ഓക്കെ, ഇനി അടുത്ത നോക്കിയാൽ കോസ്റ്റ് ഓഫ് പർട്ടിക്കുലർ യൂണിറ്റിൻ്റെ ആവറേജ് കോസ്റ്റ് ഓഫ് മാനുഫാക്ചർ ഓവർ പീരീഡ്. ഒരു സാധനത്തിൻ്റെ വില എങ്ങനെയായിരിക്കും നമ്മൾ എടുക്കുന്നത്, ആവറേജ് കോസ്റ്റ് ഓവർ ദ പീരീഡ് വെച്ചായിരിക്കും ബേസിക്കലി ഇതിൻ്റെയൊക്കെ ചിലവ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഫിനിഷ്ഡ് ഗുഡ്സ് എല്ലാം എന്തായിരിക്കും, ഐഡൻറ്റിക്കൽ ആയിരിക്കും. വിച്ച് റിക്വയർ സെയിം മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർ ഹെഡ് പെർ യൂണിറ്റ്. നമ്മൾ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഈ സെയിം ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ആണല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇതിന് വരുന്ന ചിലവുകൾ ഒരുപോലെ ആയിരിക്കും. മെറ്റീരിയൽ ആവട്ടെ, ലേബർ ആവട്ടെ, ഓവർ ഹെഡ് കോസ്റ്റുകളും എന്താവട്ടെ ഒരുപോലെ ആയിരിക്കും എല്ലാ യൂണിറ്റും. ഓക്കെ, ഇനി എന്താണ് പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ഈ കോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ചിലവ് കണ്ടുപിടിക്കുക അല്ലേ. പിന്നെ എന്തെങ്കിലും നോർമൽ ലോസോ അബ്നോർമൽ ഗെയിനോ ആവട്ടെ, ഇത് കണ്ടുപിടിക്കുകയാണ് ഇതും കണ്ടുപിടിക്കുകയാണ് ബേസിക്കലി എന്തിൻ്റെ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ എന്തിൻ്റെ ഒബ്ജക്റ്റീവ്, പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്. അത് മാത്രമാണോ. ഇനി നമ്മൾ വേറൊരു സാധനം പറഞ്ഞു, ജോയിൻറ്റ് പ്രൊഡക്ഷൻ്റെ ബൈ പ്രൊഡക്ഷൻ്റെ കാര്യം പറഞ്ഞു, അതിൻ്റെയും അക്കൗണ്ടിങ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു പക്ഷേ നിങ്ങൾക്ക് ഡൗട്ട് വരാം, ഈ പ്രോസസ് കോസ്റ്റിംഗ് പറഞ്ഞപ്പോൾ ഇത് ജോബ് കോസ്റ്റിംഗ് അല്ല, ഒരു പർട്ടിക്കുലർ ഓർഡർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വർക്ക് ചെയ്യാൻ വേണ്ടിയല്ല ചെയ്യുന്നത്. അല്ല, നമുക്ക് ഇങ്ങനെ പറയാം, ജോബ് കോസ്റ്റിംഗ് സ്പെസിഫിക് ഓർഡർ ആയിരിക്കും. എന്താണ്, ഒരു സ്പെസിഫിക് ഓർഡർ, കസ്റ്റമറിനനുസരിച്ചുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും ബേസിക്കലി കൂടുതൽ എവിടെ നമ്മൾ ചെയ്യുക, ജോബ് കോസ്റ്റിങ്ങിൽ ചെയ്യുക. പക്ഷേ പ്രോസസ് കോസ്റ്റിങ്ങിലോ കണ്ടിന്യൂസും സ്റ്റാൻഡർഡൈസ്ഡ് സെയിം രീതിയിലുള്ള സെയിം സ്പെസിഫിക്കേഷനുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയായിരിക്കും ബേസിക്കലി എന്ത് ചെയ്യുക, പ്രോസസ് കോസ്റ്റിങ്ങിൽ ചെയ്യുക.
ഇവിടുത്തെ ജോബ് കോസ്റ്റിങ്ങിൽ ഓരോ ജോലിയുടെയും ചിലവ് സെപ്പറേറ്റ് ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കാം. ഇവിടെ ഇനി പ്രോസസ് കോസ്റ്റിങ്ങിലോ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സിലെല്ലാം കൂടി ചിലവ് ഒന്നിച്ചിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും ഓരോ യൂണിറ്റ്സിലേക്ക് അലോക്കേറ്റ് ചെയ്യുക. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ജോബ് കോസ്റ്റിങ്ങിൽ ഓരോ ജോലിയും സെപ്പറേറ്റ് ആണ്. അവിടെ ഒരു പ്രോപ്പർ കൺട്രോൾ ഉണ്ടെങ്കിൽ പോലും അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഇവിടെ ജോബ് കോസ്റ്റിങ്ങിൽ. ഇനിയും പ്രോസസ് കോസ്റ്റിങ്ങിൽ ഒരു പ്രൊഡക്ഷൻ ഐഡൻറ്റിറ്റി ഉണ്ട്. എല്ലാവർക്കും അങ്ങനെ ഇൻഡിവിജ്വാലിറ്റി, ഓരോ വ്യക്തിയും ഓരോപോലെ സെപ്പറേറ്റ് ഓരോ പ്രൊഡക്ഷൻ സെപ്പറേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം എല്ലാവരും സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, ഒരുപോലെയാണ്. അവിടെ കൺട്രോൾ ഈസി ആവത്തില്ല, എല്ലാവരും സെയിം പോലെ സാധനങ്ങളല്ലേ, അപ്പോൾ നമുക്ക് അവിടെ കൺട്രോളും ഈസി ആയിരിക്കും. ജോബ് കോസ്റ്റിങ്ങിൽ എപ്പോഴാണ് ആ ജോലി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ ചിലവുകൾ നമ്മൾ കണക്കൂട്ടുന്നത്. പക്ഷേ നമ്മൾ പ്രോസസ് കോസ്റ്റിങ്ങിൽ ഓരോ സ്റ്റേജിലാണ്, ഓരോ സ്റ്റേജ് കടന്നാണ് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജിലും എന്ത് ചെയ്യും, ഓരോ പ്രോസസ്സിലും എന്ത് ചെയ്യും, നമ്മൾ ചിലവ് കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ ഇനി ജോബ് കോസ്റ്റിങ്ങിൽ പറയുകയാണെങ്കിൽ ഓരോ ജോലിക്ക് എന്ത് ചെയ്യണം, നമ്മൾ സെപ്പറേറ്റ് ഓരോ ജോബിനും സ്പെസിഫിക് ആയിട്ട് കണക്ക് കീപ്പ് ചെയ്യണം. പക്ഷേ പ്രോസസ് കോസ്റ്റിങ്ങിലോ അത്രയും പണിയില്ല, ലെസ് പേപ്പർ വർക്കേ ഉള്ളൂ. അവിടെ ഇനി ജോബ് കോസ്റ്റിംഗ് നോക്കിയാൽ അവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാകാതിരിക്കാം. പക്ഷേ അവിടെ നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് നോക്കുകയാണെങ്കിലോ എപ്പോഴും ഒരു വർക്ക് ഇൻ പ്രോഗ്രസ്സോ എന്തെങ്കിലും സാധനം കംപ്ലീറ്റ് ചെയ്യാണ്ട് എപ്പോഴും പെൻഡിങ് കിടക്കും. ഇനിയും ജോയിൻ പ്രൊഡക്ഷൻ ബൈ പ്രൊഡക്ഷൻ എവിടെ ഒരിക്കലും അറൈസ് ചെയ്യില്ല എവിടെ ജോബ് കോസ്റ്റിങ്ങിൽ. പക്ഷേ എവിടെ പ്രോസസ് കോസ്റ്റിങ്ങിൽ മേ ഗിവ് അറൈസ്, വരാനുള്ള ചാൻസ് ഉണ്ട്. വരാനുള്ള ചാൻസ് എവിടെയില്ല ജോബ് കോസ്റ്റിങ്ങിൽ ജോയിൻ പ്രൊഡക്ഷൻ ബൈ പ്രൊഡക്ഷൻ വരാനുള്ള ചാൻസ് ഒരിക്കലും ഇല്ല. പക്ഷേ പ്രോസസ് കോസ്റ്റിങ്ങിൽ 100% വരുമെന്ന് പറയാൻ പറ്റുമില്ല, പക്ഷേ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ പാർഷ്യലി ഫിനിഷ്ഡ് ആയ ഗുഡ്സിൻ്റെ ട്രാൻസ്ഫർ ഒന്നും എവിടെയില്ല ജോബ് കോസ്റ്റിങ്ങിൽ. പക്ഷേ നമ്മൾ പറയില്ല ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ്സിൻ്റെ അടുത്ത പ്രോസസ്സിൻ്റെ എന്തായിരിക്കും, റോ മെറ്റീരിയലായിരിക്കും. ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത പ്രോസസ്സിൻ്റെ റോ മെറ്റീരിയലായിരിക്കും. സോ അവിടെ എന്തുണ്ട്, ട്രാൻസ്ഫർ ഓഫ് പാർഷ്യലി ഫിനിഷ്ഡ് ഗുഡ്സ് അവിടെ ഉണ്ട്, പ്രോസസ് കോസ്റ്റിങ്ങിൽ ഉണ്ട്. ഇനിയും പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക്കലി ഇത്രയ്ക്ക് കാര്യങ്ങളെ ഉള്ളൂ. നമ്മൾ ജോബ് കോസ്റ്റിംഗ് വെച്ച് നോക്കുന്ന സമയത്ത് ഇത് വളരെ ഈസിയാണ്. എന്തുകൊണ്ട്, ഓരോ പ്രോസസ്സും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസാണ്. മറ്റേ ഓരോ ജോലിക്കും സ്പെസിഫിക് ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളെന്താണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പ്രോസസ് പീരിയോഡിക്കലി ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത്. അത് ഷോർട്ട് ഇൻ്റർവൽസ് അല്ലെങ്കിൽ കാര്യം, അതുകൊണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാനും വളരെ ഈസി ആയിരിക്കും. ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ വളരെ ചിലവ് കുറഞ്ഞതുമാണ്. ഇത് എക്കണോമിക്കലാണ് ജോബ് കോസ്റ്റിങ്ങിനേക്കാളും. കാര്യം നമ്മൾ എല്ലാ തവണയും പേപ്പർ വർക്ക് ചെയ്യണം, ഓരോ ജോലിക്കും ഇങ്ങനെ ചെയ്യുന്ന പോലെ പ്രോസസ് കോസ്റ്റിംഗ് ചെയ്യണം. ഇല്ല, നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, ഒരേ കണക്കായിരിക്കും. ഇൻ കേസ് മെറ്റീരിയലിൻ്റെ വില വ്യത്യാസം വരുന്ന അൺടിൽ ദസ് ചേഞ്ച് ഇൻ ദ പ്രൈസ് there won't be any changes. സോ അവിടെ കാൽക്കുലേഷൻ വളരെ ഈസി ആയിരിക്കും. അവിടെ കൺട്രോളും എക്സിക്യൂട്ട് ചെയ്യാൻ മോർ ഈസിയർ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമ്മൾ എക്സ്പെൻസ് എന്ത് ചെയ്യും, ഈസിലി അലോക്കേറ്റ് ചെയ്യാനും പറ്റും അല്ലേ, ഓരോ പ്രോസസ്സിനനുസരിച്ച് അലോക്കേറ്റ് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എല്ലാ ചിലവുകളുടെയും ഒരു ആവറേജ് കോസ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം ആക്യുറേറ്റ് കോസ്റ്റ് ഒരു പക്ഷേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കറക്റ്റ് 0.45 അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് അതായിരിക്കും ഒരിക്കലും നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. പ്രോസസ് കോസ്റ്റിങ്ങിൽ പറയാൻ പറ്റില്ല. ഒരു ആവറേജ് പ്രൈസ് ആയിരിക്കും നമ്മൾ ബേസിക്കലി എന്ത് യൂസ് ചെയ്യുന്നത്, പ്രോസസ് കോസ്റ്റിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതൊരു കൈൻഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഡേറ്റ വെച്ചായിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത് അല്ലേ. പ്രോസസ് കോസ്റ്റിങ്ങിന് പാസ്റ്റ് ഡേറ്റ വെച്ചിട്ട് ആയിരിക്കും ബേസിക്കലി നമ്മൾ എന്ത് ചെയ്ത് ഓരോ എൻഡ് ഓഫ് ദി പീരീഡ് വെച്ചായിരിക്കും നമ്മൾ ബേസിക്കലി എന്ത് കോസ്റ്റ് അക്യുമുലേഷൻ നടത്തുക. സോ അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒരു മാനേജറൽ കൺട്രോളിൽ ബേസിക്കലി പ്രോസസ് കോസ്റ്റിന് അത്രയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നില്ല. പക്ഷേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല. നോട്ട് മച്ച് യൂസ് ഓഫ് മാനേജർ കൺട്രോൾ എന്ന് പറയാവുള്ളൂ. നോ യൂസ് എന്ന് പറയരുത്, കംപ്ലീറ്റ്ലി യൂസ് ഇല്ലെന്നല്ല പറയുന്നത്. ഒരു ചെറിയ യൂസ് ഉണ്ട്, പക്ഷേ നോട്ട് ദാറ്റ് മച്ച് ഓഫ് യൂസ് അവിടെ ഇല്ല. ഇനി ആവറേജ് കോസ്റ്റ് ആണ്, അതുകൊണ്ട് ഇച്ചിരി ഡിഫിക്കൽട്ടാണ് കണ്ടുപിടിക്കാൻ. നമ്മൾ ആവറേജ് കോസ്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അവിടെ എന്ത് ചെയ്യുക, അവിടെ കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഒരു പ്രസൈസ് ഒരു കോമൺലി അക്സെപ്റ്റഡ് ക്രൈറ്റീരിയ വെച്ച് അതിൻ്റെ ജോയിൻ കോസ്റ്റുകൾ ഒക്കെ അലോക്കേറ്റ് ചെയ്യുന്നത് ഇച്ചിരി പാടുള്ള കാര്യം തന്നെയാണ്. ഈ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ബേസിക്കലി നമ്മുടെ സാധാരണ ചിലവിനുള്ള സാധനങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഓവർ ഹെഡ്. ഡയറക്റ്റ് മെറ്റീരിയൽ എന്താണ്, സാധനം ഉണ്ടാക്കാൻ വേണ്ടി പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയലിനെ ബേസിക്കലി നമ്മൾ എന്ത് പറയും, ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയും. ഇനി ഇത് പ്രോസസ്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡയറക്റ്റ് ലേബറിനാണ് ഡയറക്റ്റ് ലേബർ എന്ന് പറയാം. ഇത് വേജ് പ്രകാരം ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ലേബറിന് നമ്മൾ ബേസിക്കലി എന്ത് പറയും, ഡയറക്റ്റ് ലേബർ എന്ന് പറയും. മറ്റൊന്ന് ഡയറക്റ്റ് എക്സ്പെൻസ്. എന്താ, ഈ പർട്ടിക്കുലർ പ്രോസസ്സിനെ നമ്മൾ ഡയറക്റ്റ്ലി അലോക്കേറ്റ് ചെയ്യാൻ പറ്റിയ ചിലവുകൾ നമ്മൾ ബേസിക്കലി എന്തെന്ന് പറയും, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയും. ഇനി ഓവർ ഹെഡ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ സ്പെസിഫിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ
ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റിൽ സ്പെസിഫിക് പ്രോസസ്സ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സാധനം മാനുഫാക്ചർ മാത്രം ചെയ്താൽ മതി. അല്ല, ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള വേറെ കുറേ ഫിക്സഡ് കോസ്റ്റുകളും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഉണ്ട്. അല്ലേ? എന്തൊക്കെ? അഡ്മിനിസ്ട്രേഷൻ, HR, മാർക്കറ്റിംഗ്, ഇതെല്ലാം എന്താണ്? ഓവർ ഹെഡ്സ് ആണ്. ഇതെല്ലാം ഇൻഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രൊഡക്റ്റിന് കോസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നുള്ളത് കൊണ്ട് ഓവർ ഹെഡ് കോസ്റ്റും എന്തിൽ വരുന്നതാണ്? പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ എലമെൻസിൽ വരുന്നത്. പ്രോസസ് കോസ്റ്റിൻ്റെ എലമെൻസ് ഏതൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഓവർ ഹെഡ്. നമ്മൾ തിയറി ഇത്രയും പറയുന്നതുകൊണ്ട് തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട് കോസ്റ്റ് അക്കൗണ്ടിൽ. സോ അപ്പോൾ ഇങ്ങനത്തെ പോയിന്റ്സ് അറിഞ്ഞാൽ മാത്രമേ മെയിൻ ഹെഡിങ്സ് എഴുതുക, പിന്നെ ബാക്കി പോയിന്റുകൾ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എഴുതുക. കാണാതെ പഠിച്ചെഴുതുക അത്രയും നല്ലത്. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ കാണാതെ പഠിച്ചെഴുതുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ. ബട്ട് കാര്യം മനസ്സിലാക്കുക, അത്രയും കുറേ കാര്യങ്ങൾ ഓർത്തുവെക്കാനുള്ള കെപ്പബിലിറ്റി ഇല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഹെഡിങ്സ്, പ്രത്യേകിച്ച് ഇതിൻ്റെ അർത്ഥവും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നോക്കിയാൽ നമ്മൾ നേരെ പ്രോസസ് അക്കൗണ്ട്. നമ്മൾ ഇനി എന്താണ് പ്രോസസ് അക്കൗണ്ടിങ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ, ഡിസഡ്വാൻറ്റേജ് എന്താ, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ എന്നുള്ള കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ എലമെൻറ്റ്സ് വരെ എന്താണെന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ്, പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി പ്രോസസ് അക്കൗണ്ട് എങ്ങനെ, അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ കണക്ക് എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം നമ്മൾ പഠിക്കണം. പ്രോസസ് അക്കൗണ്ടിങ് ബേസിക്കലി വലിയ പാടൊന്നുമില്ല. ഡയറക്റ്റ് മെറ്റീരിയൽ ചിലവുകൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രോസസ് അക്കൗണ്ടിൽ ലെഫ്റ്റ് സൈഡിൽ ഡെബിറ്റ് ചെയ്യണം. ബാക്കി അബ്നോർമൽ ലോസ്, നോർമൽ ലോസ് കാര്യങ്ങൾ നമ്മൾ ക്രെഡിറ്റ് സൈഡ് ചെയ്യണം. ഓക്കെ. ഇനി പ്രോസസ് അക്കൗണ്ട് നമുക്കറിയാം പല പ്രോസസ്സ് ആയിരിക്കും അല്ലേ? ഓരോ പ്രോസസ്സിനായിരിക്കും നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നത്? അക്കൗണ്ടിങ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇനി അടുത്ത പ്രോസസ്സിലേക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കും? ക്രെഡിറ്റ് സൈഡിലായിരിക്കും നമ്മൾ ബേസിക്കലി അതിൻ്റെ എമൗണ്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ആ പ്രോസസ്സിനെ നമ്മളിവിടെ ഫസ്റ്റ് ഡെബിറ്റ് ചെയ്യണം പ്രോസസ്സ് രണ്ടാമത്തെ അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ചിലവുകളെ ഇതിനകത്ത് അലോക്കേറ്റ് ചെയ്യാം. പിന്നെ അബ്നോർമൽ ഗെയിൻ വന്നാൽ അതിനെ എന്ത് ചെയ്യണം? അതും ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അതിനുശേഷം നോർമൽ ലോസ് എന്തെങ്കിലും നോർമൽ ലോസോ കാര്യങ്ങളോ അടുത്ത പ്രോസസ്സിൽ വരികയാണെങ്കിൽ അതിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അതിനുശേഷം ഫൈനൽ സ്റ്റോക്കിന് നമ്മൾ ക്രെഡിറ്റിൽ ബാലൻസ് ഓഫ് ചെയ്തായിരിക്കും നമ്മുടെ എമൗണ്ട് എടുക്കുക. ഓക്കെ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് പകരം നമുക്ക് ഇതെല്ലാം കൂടി ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? നോർമൽ ലോസും പിന്നെ അബ്നോർമൽ ഗെയിനും നമുക്ക് സംസാരിക്കാം. നോർമൽ ലോസ് ബേസിക്കലി ഒന്നുമില്ല. നമുക്ക് നോർമലി ഒരു മെറ്റീരിയൽ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ പെട്രോളിയം എടുക്കാം. പെട്രോളിയം നമ്മൾ ഡിസ്റ്റിലേഷൻ ഫ്രാക്ഷനിൽ കൂടെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് ആവിയായിട്ട് പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ? മുഴുവൻ ക്രൂഡ് ഓയിലും നമുക്ക് പെട്രോളിയം എന്ത് ചെയ്യാം? പെട്രോൾ ഡീസലായിട്ട് ചിലപ്പോൾ ഫുൾ കൺവേർട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്കറിയാം പെട്രോൾ പമ്പിലാണെങ്കിൽ പോലും പെട്രോൾ പമ്പിലെ മുതലാളിമാർ പറയുന്നത് അവർക്ക് നഷ്ടം വരുന്നത് എവിടെയാണ്? പെട്രോൾ വരുമ്പോൾ അവർക്ക് ആവി പോകും. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പെട്രോൾ അടിക്കുന്ന സമയത്ത് ഇങ്ങനെ വേപ്പർ വരുന്നത്, അത് കുറച്ച് പെട്രോൾ ആവിയായിട്ട് പോകും. അപ്പോൾ അവിടെ എന്താണ്? അവിടെ ഒരു അത് നോർമൽ ലോസ് ആണ്, നോർമലി വരുന്ന ഒരു ലോസ് ആണ്. സോ അവിടെ ഇവാപ്പറേഷൻ കൊണ്ട് നമുക്ക് എന്തുണ്ടാവും? ലോസ് ഉണ്ടാകാം. അപ്പോൾ അതാണ് ബേസിക്കലി നോർമൽ ലോസ്. ഇനി അബ്നോർമൽ പ്രോസസ് ലോസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പ്രീ ഡിറ്റർമൈൻ ചെയ്ത ലോസിനേക്കാളും, നോർമൽ ലോസ് നമുക്കറിയാം ഇത്ര ലോസ് വരും, അതിനേക്കാളും ഒരു ലോസ് നമുക്ക് വരികയാണെങ്കിൽ ആണ് ബേസിക്കലി നമ്മൾ എന്ത് പറയാം? അതിനെ അബ്നോർമൽ ലോസ് എന്ന് പറയാം. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടാം. എങ്ങനെ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് ഹോൾ ഇൻറ്റു അബ്നോർമൽ ലോസ് ഇൻ യൂണിറ്റ്സ് ഡിവൈഡ് ബൈ ഇൻപുട്ട്സ് ഇൻ യൂണിറ്റ്സ് മൈനസ് നോർമൽ ലോസ് ഇൻ യൂണിറ്റ്സ്. ഇത് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഇനി നമുക്ക് അബ്നോർമൽ ലോസിൻ്റെ ക്വസ്റ്റ്യൻ കാണിക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? ലാസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ അബ്നോർമൽ ലോസും എല്ലാം കണ്ടുപിടിക്കാനുമുള്ള ഒരു ചോദ്യമുണ്ട്. നമുക്ക് അബ്നോർമൽ ലോസ് നമുക്കിപ്പോൾ ചെയ്യാം. സോ നമുക്കൊരു അബ്നോർമൽ ലോസിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോ ബേസിക്കലി നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഒരു പ്രോസസ് എയിൽ. ഓക്കെ, അവിടെ 100 യൂണിറ്റ്സിന് റോ മെറ്റീരിയൽസ് ഉണ്ട്. അതിൻ്റെ മൊത്തം വാല്യൂ എന്ന് പറയുന്നത് എത്ര രൂപയുടെ? 1000 രൂപയാണ്. അപ്പോൾ നമ്മൾ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിനകത്ത് റോ മെറ്റീരിയൽസ് 1000 രൂപ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. ഇനി അത് കൂടാണ്ട് ഈ പ്രോസസ്സ് ചെയ്തപ്പോൾ നമുക്ക് എത്ര രൂപ എക്സ്പെൻഡിച്ചറും കൂടി വന്നു? 600 രൂപയുടെ എക്സ്പെൻസും കൂടി വന്നു. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്ക് നോർമലി 10% എന്ത് ചെയ്യും? ഒരു നോർമൽ ലോസ് നമുക്ക് വരാൻ ചാൻസ് വളരെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ 10% ലോസ് വന്നു. അപ്പോൾ നമുക്ക് എത്ര രൂപയുള്ളൂ? ഇനിയും 10% ലോസ് 100 യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ 10% ലോസ് എന്ന് പറഞ്ഞാൽ 10 യൂണിറ്റ്സ്. ഈ ഓരോ 10 യൂണിറ്റ്സിൻ്റെ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് 3 രൂപ. അപ്പോൾ മൊത്തം 30 രൂപ. ശരി, നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? അബ്നോർമൽ ലോസ്. നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 100 യൂണിറ്റ്സ് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ 10 എണ്ണം എന്തായാലും പ്രശ്നം വരും.
ബാക്കി എത്ര വരണം? 10 കഴിഞ്ഞാൽ ബാക്കി 90 യൂണിറ്റ്സ് നമുക്ക് വരണം. പക്ഷേ നമ്മൾ ശരിക്കും ഔട്ട്പുട്ട് വന്ന സമയത്ത് പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് വന്നപ്പോൾ എത്ര വന്നുള്ളൂ? 75 യൂണിറ്റ്സേ വന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെ അബ്നോർമലായിട്ട് എത്ര യൂണിറ്റ്സ് ലോസ് വന്നു? 15 യൂണിറ്റ്സ് ലോസ് വന്നു. അപ്പോൾ ഈ അബ്നോർമൽ ലോസിൽ ഈ വന്ന 15 യൂണിറ്റ്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷനാണ് ബേസിക്കലി നമ്മൾ സ്ക്രീനിൽ തന്നിട്ടുള്ള, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. സോ ഇതെങ്ങനെ ചെയ്യും? ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര ഇൻകറായ? മൊത്തം വന്ന ചിലവ് 1000 യൂണിറ്റ്സിൻ്റെ മൊത്തം വാങ്ങിച്ചതിൻ്റെ ചിലവ്, പിന്നെ അതുകൂടാണ്ട് ഇത് പ്രോസസ്സ് ചെയ്യാനുള്ള ചിലവ് എത്ര വന്നു? 600. മൊത്തം 1600. അപ്പോൾ 1600 ചിലവ് വന്നത്. നമ്മൾ നോർമൽ ലോസിൽ വരുന്ന സാധനത്തിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എത്ര? 30. അത് ബ്രാക്കറ്റിലിടാം. ഇനി ഇതിനോട് എന്തിനോട് മൾട്ടിപ്ലൈ ചെയ്യണം? നമുക്ക് വന്ന അബ്നോർമൽ ലോസ് എത്ര? 15 ഡിവൈഡഡ് ബൈ നമുക്ക് മൊത്തം യൂണിറ്റ്സ് എത്ര? 100. നമുക്ക് നോർമൽ ലോസ് എത്ര വരുന്നത്? 10. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 1570 ഇൻറ്റു 15 ഡിവൈഡ് ബൈ 90 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 262. അപ്പോൾ നമ്മളിവിടെ 262 എഴുതുന്നു. അതാണ് അബ്നോർമൽ ലോസ്. അപ്പം ബാക്കി 1600 നിന്ന് 30ഉം 262 പോയിട്ട് ബാക്കി 1308 രൂപയാണ് എന്ത് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടിൻ്റെ വില. ഓക്കെ, അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന എമൗണ്ട്, ഇതിൻ്റെ എങ്ങനെ എമൗണ്ട് കണ്ടുപിടിക്കുന്നത്? ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി അബ്നോർമൽ ലോസിൻ്റെ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. പ്രോസസ്സിന് എത്ര യൂണിറ്റ്സ് ആണ് വന്നത് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. പിന്നെ ബൈ ക്യാഷ്, നമുക്കവിടെ സെയിലും സ്ക്രാപ്പിൻ്റെ വിറ്റാണല്ലോ, സെയിൽ ഓഫ് സ്ക്രാപ്പ്. നമ്മൾ സ്ക്രാപ്പിന് ഇത് വിറ്റ് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് സ്ക്രാപ്പ് വിറ്റ് എത്ര രൂപ കിട്ടും? 3 രൂപ കിട്ടും. 15 യൂണിറ്റ്സ് 3 രൂപ വെച്ച് 45 രൂപ കിട്ടി. അപ്പോൾ നമുക്ക് ബൈ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഫിഗർ നമുക്ക് അപ്പോൾ എത്ര വരും? 217 നമുക്ക് എന്താണ്? ലോസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചിലവിലായിട്ട് കാണിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതാണ് അബ്നോർമൽ ലോസിൻ്റെ ക്വസ്റ്റ്യൻ. അബ്നോർമൽ ഗെയിനും അതുപോലെ ഉള്ളൂ. ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് കാണിക്കുക, അതിന് സ്ക്രാപ്പ് വാല്യൂ കുറയ്ക്കുക. പിന്നെ അബ്നോർമൽ ഗെയിൻ എത്ര വന്നു? ഡിവൈഡ് ബൈ ഇൻപുട്ട് ഇൻ യൂണിറ്റ്സ് മൈനസ് നോർമൽ ലോസ് ഇൻ യൂണിറ്റ്സ്. നമ്മൾ അബ്നോർമൽ ലോസ് എങ്ങനെ കണ്ടുപിടിച്ചു? അതിനകത്ത് അബ്നോർമൽ ലോസ് ഇൻ യൂണിറ്റ്സിൻ്റെ അവിടെ അബ്നോർമൽ ഗെയിൻ ഇൻ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ റീപ്ലേസ് ആകും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി വരുന്ന ഒരു ചോദ്യം നമുക്ക് നോക്കിയാലോ, അല്ലേ? നമുക്കൊരു ചോദ്യം, അങ്ങനത്തെ ഒരു ചോദ്യം ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്കൊരു ഇലിസ്ട്രേഷൻ നമ്പർ 5 ചെയ്യാം. ഓക്കെ, എ പ്രൊഡക്റ്റ് പാസസ് ത്രൂ 2 പ്രോസസ്സ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഈ പ്രൊഡക്റ്റിന് 2 പ്രോസസ്സ് ഉണ്ട്, 1 പിന്നെ 2. ഈ 2 പ്രോസസ്സ് കൂടെ പാസ്സായാൽ മാത്രമേ അതെന്താവത്തുള്ളൂ? ഇത് ഫൈനൽ പ്രൊഡക്റ്റ് ആവുകയുള്ളൂ. ശരി, അങ്ങനെയാണെങ്കിൽ നോർമൽ വേസ്റ്റേജ് നമുക്ക് നോക്കാം. പ്രോസസ്സ് എക്ക് 3%, പ്രോസസ്സ് ബിക്ക് 5% നോർമൽ വേസ്റ്റേജ് നമുക്ക് നോർമലി വരും. നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ എത്രടാ? എക്ക് 3%, ബിക്ക് 5%. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്ക് വരുന്ന വേസ്റ്റേജ് 3% വേസ്റ്റേജ് ഉണ്ടല്ലോ, അതിന് നമ്മൾ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 5 പെർ യൂണിറ്റ്. പക്ഷേ പ്രോസസ്സ് ബിയിൽ വരുന്ന വേസ്റ്റേജിനോ നമ്മൾ 10 പെർ യൂണിറ്റിനാണ് വിൽക്കുന്നത്. നമുക്ക് 20,000 യൂണിറ്റ്സ് ആണ് എന്ത് ചെയ്ത് പ്രോസസ്സ് എയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അറ്റ് എ കോസ്റ്റ് 40 പെർ യൂണിറ്റ്. അപ്പം ഒരു യൂണിറ്റിന് 40 രൂപ വെച്ച് മൊത്തം നമ്മൾ 20,000 യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എത്ര രൂപയാടാ? 8 ലക്ഷം രൂപ ആയിട്ടുണ്ട്. അതെ, പിന്നെ അതുകൂടാണ്ട് വേറെ ചിലവുണ്ട്. പ്രോസസ്സ് എക്ക് 40,000, സൺട്രി മെറ്റീരിയൽസ്, വേജസ് 2 ലക്ഷം, മാനുഫാക്ചറിങ് എക്സ്പെൻസ് 30,000. അതുപോലെ തന്നെ പ്രോസസ്സ് ബിക്കും 60,000, 320,000, 28,500 ഇത്രയും വന്നിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ 20,000 യൂണിറ്റ്സ് ഇൻപുട്ട് ചെയ്താൽ നമുക്ക് മൊത്തം കിട്ടുന്ന എത്ര? 19,000 യൂണിറ്റ്സേ കിട്ടുന്നുള്ളൂ. പ്രോസസ് ബിയിൽ 12 യൂണിറ്റ്സ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ 18,200 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട്സ്, നോർമൽ ലോസ് അക്കൗണ്ട്, അബ്നോർമൽ ലോസ് അക്കൗണ്ട് ആൻഡ് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്. നമ്മൾ ഓരോ പ്രോസസ്സിലും നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പ്രോസസ്സിനും ഓരോ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, നമുക്കറിയാലോ. ശരി, അപ്പോൾ നമുക്ക് പ്രോസസ് എയുടെ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ചിലവുകളെല്ലാം ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നത് റോ മെറ്റീരിയൽ, സൺട്രി മെറ്റീരിയൽ, വേജ്, എക്സ്പെൻസ്. ശരി, അത്രയും കാണിച്ചു. നമുക്കറിയാം നമുക്ക് എത്ര ശതമാനം ലോസ് നോർമലി വരും? 3% ലോസ് വരും. അപ്പോൾ അത് 20,000-ൻ്റെ 3% എത്ര? 600 യൂണിറ്റ്സ്. ഓരോ യൂണിറ്റ് നമുക്ക് പ്രോസസ്സ് എയിൽ എത്ര രൂപയ്ക്ക് വിൽക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ 5 പെർ യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3,000 രൂപ കിട്ടും. ഇനി പക്ഷെ നമുക്കറിയാം നമ്മൾ ചെയ്ത സമയത്ത് നമുക്ക് എത്ര ഔട്ട്പുട്ട് കിട്ടുള്ളൂ? 19,000. നമ്മൾ നോർമൽ ലോസ് കൺസിഡർ ചെയ്ത് എത്ര? 600. അപ്പോൾ നമുക്ക് അബ്നോർമൽ ലോസ് എത്ര വന്നു? 400. നമ്മൾ പ്രത്യേകിച്ച് ഇക്വേഷൻ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. നമുക്ക് ടോട്ടൽ കോസ്റ്റ് എത്ര വന്നേ? 10,70,000 മൈനസ് നമ്മുടെ സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് എത്ര? 3,000 ഇൻറ്റു നമുക്ക് അബ്നോർമൽ ലോസ് വന്ന യൂണിറ്റ്സ് 400 ഡിവൈഡഡ് ബൈ 20,000 മൈനസ് 600. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 22,000 രൂപ വാല്യൂ കിട്ടും. അതിവിടെ കാണിക്കുക. ബാക്കിയുള്ള എമൗണ്ട് 10,40,000 മാത്രമേ എന്തിലേക്ക് ട്രാൻസ്ഫർ ആവത്തുള്ളൂ?
പ്രോസസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ആകും. അതുകൊണ്ട് പ്രോസസ് ബി നമുക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്തു, പ്രോസസ് ചെയ്യുന്ന ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് 19,000 യൂണിറ്റ്സിൻ്റെ 10,45,000 രൂപ നമ്മളിങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചിലവുകളാണ് എന്തൊക്കെ, മെറ്റീരിയൽ, വേജ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ് ഇത്രയും കാണിച്ചു. നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, നോർമൽ ലോസ് എത്രയാണ് വരുന്നത്, 950 യൂണിറ്റ്സാണ് വരുന്നത്. അപ്പോൾ 19,950 യൂണിറ്റ്സിന് നമുക്ക് എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും, 10 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. പക്ഷേ നമുക്കിവിടെ ലോസ് ആണ് വന്നത്. നമുക്ക് 19,950 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരാൻ പാടുള്ളൂ, 18,050 വരാൻ പാടുള്ളൂ. പക്ഷെ നമുക്ക് എത്ര യൂണിറ്റ്സ് ബാക്കി വന്നടാ, 18,200. അപ്പോൾ 150 യൂണിറ്റ്സ് നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ഗെയിൻ വന്നിട്ടുണ്ട് പ്രോസസ് ബിയിലായപ്പോൾ അല്ലേ. പ്രോസസ് എയിൽ നമുക്ക് ലോസ് ആണെങ്കിൽ പ്രോസസ് ബിയിൽ നമുക്കൊരു ഗെയിൻ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രോസസ് ബി ചെയ്യുന്ന ടീം അടിപൊളിയാണെന്നുള്ള കാര്യം നമുക്ക് ഇന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അബ്നോർമൽ ലോസ് എത്ര, അത് 950 കാര്യം അടിച്ചു. നമുക്ക് അബ്നോർമൽ ഗെയിൻ 150 ആവുന്നു നമുക്കറിയാം. ശരി, അപ്പോൾ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം, ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അത് അബ്നോർമൽ ലോസ് അല്ല, അത് അബ്നോർമൽ ഗെയിൻ ആണ്. ടോട്ടൽ കോസ്റ്റ് എത്ര, 14,53,500, അതായത് ഈ 12,000 കൂട്ടാത്ത എമൗണ്ട് മൈനസ് 9,500 ഇൻറ്റു 150 ഡിവൈഡ് ബൈ 19,000 മൈനസ് 950. അപ്പോൾ നമുക്ക് മൊത്തം വരുന്ന വാല്യൂ 14,44,000 ഇൻറ്റു 150 ഡിവൈഡ് 18,050. നമുക്ക് വാല്യൂ എത്ര കിട്ടും, 12,000 ഗെയിൻ കണ്ടുപിടിക്കും. അങ്ങനെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എത്രയും 14,56,000 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും ഇതിനടുത്തിലേക്ക്. നമുക്കിനി അബ്നോർമൽ ലോസിന് അബ്നോർമൽ ഗെയിൻ്റെയും അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താലോ. അബ്നോർമൽ ലോസ് ആകുമ്പോൾ പ്രോസസ് ചെയ്യുന്ന വന്ന ലോസ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു, പിന്നെ സ്ക്രാപ്പ് വാല്യൂൻ്റെ റൈറ്റ് സൈഡിൽ കാണിക്കുന്നു, പിന്നെ കോസ്റ്റിങ്ങിലേക്ക് നമുക്ക് ലോസ് ട്രാൻസ്ഫർ ആകുന്നു. ഇനി അബ്നോർമൽ ഗെയിനിലോ നമുക്ക് എത്ര നോർമൽ ലോസ് വരേണ്ടത്, നമുക്ക് പ്രോസസ് ചെയ്യുന്ന എത്ര രൂപ കിട്ടിയത്, പിന്നെ കോസ്റ്റിംഗ് പ്രോഫിറ്റ്, അങ്ങനെ ബാലൻസിങ് ഫിഗർ ഇവിടെ പ്രോഫിറ്റ് വന്ന് 10,500, അത്രേ ഉള്ളൂ സാധനം. പിന്നെ നോർമൽ ലോസിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രോസസ് എയുടെയും പ്രോസസ് ബിയുടെയും ഡെബിറ്റ് സൈഡിൽ കാണിച്ചു, പിന്നെ അബ്നോർമൽ ഗെയിം എന്ന റൈറ്റ് സൈഡിൽ, പിന്നെ ബൈ ക്യാഷ് എത്ര രൂപ വന്നു, ബൈ ക്യാഷ് പ്രോസസ്സിൽ എത്ര വന്നു എന്നുള്ളതാണ് ബേസിക്കലി കണ്ട് ഈ കാണിക്കുന്നത്. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. നിങ്ങളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ പ്രോസസ് കോസ്റ്റിംഗ്. പക്ഷേ പ്രോസസ് കോസ്റ്റിംഗ് അത്യാവശ്യം നല്ല ഭയങ്കര ഫ്രീക്വൻ്റ്ലി ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ലൈവിൻ്റെ സമയത്ത് നമ്മൾ ലൈവ് ഉടനെ പോകുന്നതായിരിക്കും, നമ്മൾ എക്സാമിന് മുന്നേ. ആ ലൈവിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ വെയിറ്റേജിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻഡെപ്തായിട്ട് പറഞ്ഞ് അതിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ എക്സാം റെഡിയാക്കാൻ വേണ്ടിയുള്ള സാധനം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. സോ ടിൽ ദെൻ ബൈ ബൈ. ഈ ക്ലാസ് എത്രയും പെട്ടെന്ന് കണ്ടു തീർക്കാം. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകൾ ഉടനെ യൂട്യൂബിൽ അപ്ലോഡ് ആവുന്നു. സോ സി യു ദെൻ, ബൈ ബൈ, ടേക്ക് കെയർ.